ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ലാമീസ് ബോട്ടിക്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ടൊരു ചവിട്ടി വേസ്റ്റ് തുണി കൊണ്ട് എങ്ങനെ നിർമ്മിക്കാം, അല്ലെങ്കിൽ ഒരു ഡോർമേറ്റ് എങ്ങനെ നിർമ്മിക്കാം എന്നുള്ള വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ്, ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റിലൂടെ അറിയിക്കുക. ഓക്കെ, അപ്പോൾ വളരെ ഈസി ആയിട്ട് എങ്ങനെ ചെയ്യുന്ന രീതി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ എടുക്കുന്ന ഡോർമേറ്റിൻ്റെ നീളം വീതിയൊക്കെ നമ്മൾ സ്വയം കണക്കാക്കുക. നമുക്ക് എത്രയാണോ നീളം വേണ്ടത് അതിനനുസരിച്ചുള്ള തുണികൾ, 2 തുണികൾ എടുക്കണം. സെയിം നീളവും വീതിയും ആയിരിക്കണം 2 തുണികളും. അത് മാക്സിമം നിങ്ങൾ കോട്ടൺ ക്ലോത്തൊക്കെ ഉപയോഗിക്കുക, അല്ലെങ്കിൽ നല്ല വെൽവെറ്റ് പോലത്തെ. കാരണം തറയിൽ ഇടുന്നതുകൊണ്ട് തെന്നി പോവാതിരിക്കാൻ വേണ്ടിയുള്ള നല്ല ക്ലോത്ത്, മേൽഭാഗം ആയതുകൊണ്ടിട്ട് നല്ല ക്ലോത്ത് ഉപയോഗിക്കാം. ഉള്ളിലാണ് നമ്മൾ വേസ്റ്റ് തുണി ഉപയോഗിക്കുന്നത്. ഓക്കെ, മേൽഭാഗം നല്ല ഭംഗിയുള്ളതും അതുപോലെ കോട്ടൺ ക്ലോത്ത് നല്ല മിനുസമുള്ള ക്ലോത്തൊക്കെ ആകുമ്പോൾ നമുക്ക് തറയിൽ യൂസ് ചെയ്യാൻ നമുക്ക് ഒരുപാട് നല്ലതായിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അങ്ങനെ 2 ക്ലോത്തുകൾ എടുക്കുക. ഞാൻ എടുത്തതിൻ്റെ നീളം 16 ഇഞ്ച് നീളം, വീതി 22 ഇഞ്ച് നീളം. അത് സാധാരണ ഒരു ബാത്റൂം ഉപയോഗിക്കുന്ന രീതിയിൽ ചെറിയൊരു ഡോർമേറ്റാണ് ഞാനിപ്പോൾ ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അളവിനനുസരിച്ച് നിങ്ങളുടെ വീതി നീളത്തിനൊക്കെ അനുസരിച്ചിട്ട് ഇങ്ങനെ എടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ തുണി എടുത്ത് വെച്ചിട്ടുണ്ട്. 2 പീസാണ്. അതോട് ശ്രദ്ധിക്കുക. അതിൽ നിന്ന് ഒരു കോൺ വശത്തു നിന്ന് ഒരു 1.5 ഇഞ്ച് ഇതുപോലെ ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കുക കേട്ടോ. 1.5 ഇഞ്ച് നല്ല കുറച്ചൊരു നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇങ്ങനെ 1.5 ഇഞ്ച് മാറിയിട്ട് ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. അതൊരു സ്കെയിൽ വെച്ചിട്ട് ഇങ്ങനെ ഇതുപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങൾ വരച്ചെടുക്കുക കേട്ടോ. കറക്റ്റ് നമുക്ക് അവിടെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു 1.5 ഇഞ്ച് ടാപ്പിൽ ഇങ്ങനെ അളവ് കൊടുത്ത് ആദ്യം മാർക്ക് ചെയ്ത് പോയാൽ മതി. എന്നിട്ട് അതിന് നേരെ സ്കെയിൽ വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്കൊന്ന് വരച്ചെടുക്കാം. ഓക്കെ, അങ്ങനെ ഞാൻ എൻ്റെ മൊത്തമായിട്ടും വരച്ചെടുത്തിട്ട് ശ്രദ്ധിക്കുക. ഇതുപോലെ നമ്മൾ ഒരു ലൈന് വളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്കെയിലൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ചോക്ക് കൊണ്ട് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് ഈ വരയിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. നമ്മുടെ നൂല് ഉപയോഗിച്ചിട്ട് നിങ്ങൾ സെപ്പറേറ്റ് കളർ ഉപയോഗിക്കണമെങ്കിൽ എങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഭംഗിയാക്കലൊക്കെ നമ്മുടെ ഒരു ഡിമാൻഡാണ്, നമ്മുടെ ഒരു ഇതാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ മാക്സിമം ഭംഗിയാക്കുന്ന രീതിയിൽ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ആദ്യം അതിൻ്റെ ഒരു കോൺ വശത്ത് നിന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് രണ്ടാമത്തെ സ്റ്റിച്ച് ഇങ്ങനെ കൊടുത്ത് കെട്ടിട്ട് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. കാരണം നമ്മൾ അതിൻ്റെ സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഓക്കെ, ഇതുപോലെ ഓരോ ഭാഗമായിട്ട് നമുക്ക് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ മൊത്തമായിട്ട് സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ ഐഡിയക്കനുസരിച്ച് കളറൊക്കെ മാറ്റിയിട്ട് വളരെ ഭംഗിയാക്കുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് വേസ്റ്റ് തുണികളാണ്. ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ കയ്യിലുള്ള വേസ്റ്റ് പഴയ ഷോളുകളോ മറ്റും എന്ത് തുണികളായിക്കോട്ടെ ഏത് ഉപയോഗിക്കാം നമുക്ക്. അപ്പോൾ കുറച്ച് വേസ്റ്റ് തുണികൾ എടുക്കാം. എന്നിട്ട് അത് ഒരു എത്ര അളവ് എന്നൊന്നും കറക്റ്റ് നമുക്ക് പറയേണ്ട, പക്ഷേ ജസ്റ്റ് 4 മടക്കാക്കിയിട്ട് ആ ഒരു ഗ്യാപ്പ് 1.5 ഇഞ്ചിൻ്റെ ഗ്യാപ്പ് നമ്മൾ കൊടുത്തല്ലോ, അതിലേക്ക് ഉള്ളിലേക്ക് വെക്കാൻ വേണ്ടിയുള്ള ഒരു 4-5 മടക്കാക്കിയിട്ട് ഇങ്ങനെ കുറച്ച് കട്ടിയിൽ വരുന്ന രീതിയിൽ മടക്കിയെടുക്കുക കേട്ടോ. കറക്റ്റ് ഒരു അളവും ഇതിന് എടുക്കുന്ന നീളമൊന്നുമില്ല. ഇതുപോലെ ഒന്ന് ജസ്റ്റ് മടക്കിയെടുക്കുക കേട്ടോ. എന്നിട്ടൊരു പിന്നെ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് ആ ഹോളിലൂടെ ഉള്ളിലോട്ട് കടത്തി കൊടുക്കുക. നമ്മൾ ഇലാസ്റ്റിക് കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കില്ല, അതുപോലെ ആ ഗ്യാപ്പിലൂടെ വെച്ച് കൊടുക്കേണ്ടതാണ്. ഇതുപോലെ നോക്ക്, ഞാൻ കാണിച്ചു തരാം എങ്ങനെ വെക്കേണ്ടതെന്ന്. അപ്പം നമ്മളെടുത്ത വേസ്റ്റ് തുണിയുടെ ഒരു അറ്റത്ത് പിന്നി കുത്തി കൊടുക്കുക. എന്നിട്ട് നമ്മൾ എടുത്ത സ്റ്റിച്ച് ചെയ്ത് വെച്ച ഹോളിലൂടെ ഒരു വശത്തു നിന്ന് മറ്റേ വശത്തേക്ക് കടത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്കറിയാലോ ഹോള് വലിയ ഇതിൻ്റെ സെൻറ്റർ ഭാഗമൊക്കെ വരുമ്പോൾ കുറച്ച് അധികം നീളമുള്ള തുണി നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചുള്ള തുണികളൊക്കെ നിങ്ങൾ എടുക്കുക. ഓക്കെ, അങ്ങനെ മൊത്തമായിട്ടും ചെയ്തെടുക്കുക. കുറച്ച് ടഫാണെന്ന് ചോദിച്ചാൽ ടഫല്ല, പക്ഷേ ഇരുന്ന് ചെയ്യേണ്ട ഒരു കാര്യങ്ങളാണ്. അപ്പോൾ മെഷീനൊക്കെ വീട്ടിലുണ്ടായിട്ട് വലിയ സ്റ്റിച്ച് ചെയ്യാനും ഇല്ലാത്തവർക്കൊക്കെ വേണ്ടിയിട്ട് വളരെ ഉപകാരപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണ്. അതുപോലെ നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ ആവശ്യമായ ചവിട്ടി അല്ലെങ്കിൽ ഡോർമേറ്റൊക്കെ നമുക്ക് ഇതിലൂടെ നല്ല ഭംഗിയിൽ കിട്ടുന്നതാണ്. പിന്നെ ഇതും തന്നെ ഒരു ബിസിനസ്സായിട്ട് നമുക്ക് നമ്മുടെ അടുത്ത വീടുകളിലേക്കും കുടുംബക്കാരിലേക്കൊക്കെ നമുക്ക് വേണ്ടിയിട്ട് വിൽക്കാനും പറ്റും. കുറച്ച് ഭംഗിയിലും ഉണ്ടാക്കുന്നുണ്ട്. വിൽക്കുന്ന കാര്യമാകുമ്പോൾ നമ്മളെപ്പോഴും നല്ല ഭംഗിയുള്ള തുണിയും അതിനനുസരിച്ചുള്ള മെറ്റീരിയലൊക്കെ നമ്മൾ ഭംഗിയാക്കണം. അപ്പോഴാണ് നമുക്ക് കാണുമ്പോഴാണ് ഓരോരുത്തർക്ക് വാങ്ങാനുള്ളൊരു ഇതുണ്ടാവുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യുക. എപ്പോഴും ഞാൻ പറയുന്ന പോലെ എൻ്റെ മറ്റു വീഡിയോയിലൊക്കെ പറയുമ്പോൾ നമ്മൾ എപ്പോഴും കളറും കാര്യങ്ങളൊക്കെ ഫോട്ടോസൊക്കെ നല്ല ഭംഗിയാക്കി എടുക്കണം. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഈ ഒരു മെത്തേഡ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ പെർഫെക്റ്റായിട്ട് നല്ല തുണി ഉപയോഗിക്കുക. അതിനനുസരിച്ചുള്ള ഭംഗി കാണാൻ ഉണ്ടാവും. അപ്പോൾ ഓക്കെ, എല്ലാ ഹോളും നമുക്കിതിന് ഇതുപോലെ പൂർത്തിയാക്കിയെടുക്കാം. അപ്പോൾ ഇതട്ടെ ഞാൻ മൊത്തമായിട്ടും
വേസ്റ്റ് തുണിയൊക്കെ ഉള്ളിൽ വെച്ചിട്ട് നല്ല നീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ സൈഡ് വശം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതിൻ്റെ സൈഡ് വശം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബാക്കി വന്ന എക്സ്ട്രാ തുണി ഉണ്ടല്ലോ അവിടെ പുറത്തേക്ക് കാണുന്ന ഭാഗം അതൊന്നും കട്ട് ചെയ്ത് കളയണം. അതുപോലെ ഇതിൻ്റെ തുമ്പ് ഭാഗത്ത് ഇതുപോലെ ജസ്റ്റ് ചെറിയൊരു പീസ് എടുത്തിട്ട് വെച്ച് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്യണ കൂടുതൽ അങ്ങനെ ചുറ്റുഭാഗം സ്റ്റിച്ച് ചെയ്തിട്ട് വരിക കേട്ടോ. ഓക്കെ, നമ്മൾ ഈ എക്സ്ട്രാ പീസുകളൊക്കെ കട്ട് ചെയ്തെടുക്കാൻ മറക്കരുത്. ഓക്കെ, ഞാൻ എന്താ മൊത്തമായിട്ട് സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒറ്റ പണി ബാക്കിയുള്ളൂ. ഇതിൽ നമ്മൾ ഇതുപോലെ ഒരു വേസ്റ്റ് തുണി എടുക്കുക, അതിനൊരു കോൺട്രാസ്റ്റ് കളർ എടുക്കാൻ ശ്രമിക്കുക. നമുക്ക് അതിൻ്റെ ആ ഒരു ഉതിപ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ കളറൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. ഓക്കെ, ഒരു 4 ഇഞ്ച് വീതി ഒരു 4 ഇഞ്ച് വീതിയിൽ അല്ലെങ്കിൽ ഒരു 3.5 ഇഞ്ച് വീതിയിലുള്ള തുണിയാണ് എടുക്കുന്നത്. ഇതിൻ്റെ തുണിയുടെ നീളം എടുക്കുന്നത് നമ്മുടെ ആ ഡോർമേറ്റിന് നമ്മൾ എത്രയാണോ നീളം കൊടുത്തിട്ടുള്ളത് അതിനനുസരിച്ചുള്ള നീളം എടുക്കട്ടെ. മൊത്തമായിട്ട് കവർ ചെയ്ത് വരാനാണ് 4 വശങ്ങളും നമുക്ക് ബാൻഡ്, അതായത് ഒരു പട്ട പോലെ അല്ലെങ്കിൽ ഒരു എന്താ പറയുക പൈപ്പിംഗ് പോലെയൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഓക്കെ, അതിന് വേണ്ടി നമ്മൾ ആദ്യം ഇതിൻ്റെ മോൾ ഭാഗം ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കട്ടെ ചെയ്യുന്നത്. ഇതുപോലെ ഇതിൻ്റെ മുകൾ വശത്തേക്ക് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് അവിടെ മൊത്തമായിട്ട് 4 വശത്തു കൂടി സ്റ്റിച്ച് ചെയ്ത് വരിക. എന്നിട്ട് ഇത് തിരിച്ച് അപ്പുറത്തേക്ക് മറിച്ചിട്ട് നമുക്ക് അടിച്ചു കൊടുക്കട്ടെ. നമ്മൾ ചുരിദാറിലും മറ്റു ഫ്രോക്കുകളിലൊക്കെ കുട്ടികളുടെ കയ്യിനൊക്കെ സ്ലീവിലൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ, അതുപോലെ ജസ്റ്റ് ഒന്ന് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഓക്കെ, ഇതാ ഞാൻ ഒരു ഭാഗം ചെയ്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇനി ആ ഭാഗം കൂടി ഒന്ന് മൊത്തമായിട്ട് സ്റ്റിച്ച് ചെയ്ത് വരട്ടെ. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുമെന്നാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക. അതാട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിതാ വളരെ ഈസി ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുണ്ട്. ഡോർമേറ്റ് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ നീളം വീതിയൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ വേസ്റ്റ് തുണി കൊണ്ട് പറ്റിയ ഒരു ഐറ്റമാണ്. ഈ വീഡിയോ മുഴുവനായി കണ്ടവർ ലൈക്ക് ചെയ്യാനും എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. ഓക്കെ, അടുത്ത പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.